ഇത്. തുടക്കത്തില് ഞാൻ തളർന്നു, ചേച്ചി എന്നെ തളർത്തി. ചേച്ചി എന്തെങ്കിലും എനിക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ തന്നിട്ട് എന്റെ ക്ഷീണം മാറണം. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വെച്ചേനെ. ഞാൻ ഇച്ചിരി പച്ചവെള്ളം. ചേച്ചി പച്ചവെള്ളം നന്നാലും എനിക്ക് അമൃതായിരിക്കും. ഓ മിഠായി തരാം, മിഠായി ഇത് നമ്മളെ ലിവിംഗ് ഏരിയ. അതെ, ലിവിംഗ് കം ഡൈനിങ് എല്ലാം കൂടെ ഒരുമിച്ചാണ്. ചെറിയ, ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ എല്ലാം മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി ഞാൻ തുടക്കത്തിലേ പറയാം, തൃശ്ശിനെ പോലെ തോന്നിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വീട് കിടിലായിട്ടുണ്ട്, ഫ്ലാറ്റ് അടിപൊളിയായിട്ടുണ്ട്, ക്യൂട്ട് ആൻഡ് സിമ്പിൾ എന്നൊക്കെ പറയത്തില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് നമ്മൾ ചേച്ചിയുടെ സീരിയലൊക്കെ കാണാൻ പോകുന്നത്. തൊട്ട് മേലെ നമ്മുടെ ഈശോ ഉണ്ട്. ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ്? പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാം, പക്ഷെ നമുക്ക് ആ പണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ചേച്ചിക്ക് സത്യക്രിസ്ത്യാനിയല്ലേ? സത്യക്രിസ്ത്യാനി, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ഇവിടെ ഞാനില്ല. ഞാനിവിടെ എനിക്ക് ഹാർഡ്ലി ഒരാഴ്ച, ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ താമസിച്ചിട്ടില്ല, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഒന്ന് മുട്ടുകുത്തി മാറ്റി നമ്മൾ ഈശോനെ നോക്കി നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, വെഞ്ചരിക്കണം എന്ന് പള്ളിയിൽ അച്ഛൻ വന്ന് ചൊല്ലിയായിരുന്നു. അതിൽ പിന്നെ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. ആ കട്ടല്ല, ഇത് മറ്റേ നമുക്കിവിടെ വലിയ മറ്റേ ടീപ്പോയുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ടീപ്പോയ വേണമെങ്കിൽ ഇങ്ങോട്ട് വിടാം, അല്ലെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാം, ഇരിക്കാം. അതായത് ഇത്രയല്ലേ ഉള്ളൂ സ്പേസ്. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കിയിരിക്കാം, കംഫർട്ടിനനുസരിച്ച്. അല്ല, അത് ഇതില് കണ്ടില്ലേ, ഇതിനും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരിക്കാം, വേണമെങ്കിൽ നമുക്ക് അവിടെ ഇട്ടിട്ട് കാലിങ്ങനെ അങ്ങനെ കയറ്റിയൊക്കെ വെച്ചിരിക്കാം. ഇവിടെ ചെറിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊച്ചിൻ്റെയൊക്കെ. ഞാനും അതെ, അമ്മയും മോനും ഈ ആഴ്ച ഫോട്ടോയിലൊക്കെ ചേച്ചി വേറെ ലെവലാണല്ലോ. ഞാൻ നീ സൂക്ഷിച്ചോക്കടാ പോയിട്ട്. ഞാനോ? പക്ഷെ ഭയങ്കര ഭംഗിയുള്ള പോലെ ഒരു തെറ്റുകാരന, ഒരു ശാലീന സൗന്ദര്യം ഉണ്ടെന്ന്. ചേച്ചിന് യൂഷ്വലി ചേച്ചി മോഡേൺ അല്ലേ, അതിൽ ഇച്ചിരി ശാലീന സൗന്ദര്യം. അത് ഓണത്തിനെടുത്ത ഫോട്ടോ, അതുകൊണ്ട് ശാലീനയായത്. അതാണ് ശാലീനത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോയാലും ഡൈനിങ് സ്പേസ് മാടി വിളിക്കുന്നു. അതെ, ചെറിയൊരു ഡൈനിങ് സ്പേസ്. ഇവിടെ ഇരുന്നിട്ടാണ് ചേച്ചി എനിക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി. അതെ, ഞാൻ വാരി തരുവാണ് നിനക്ക്. ഞാൻ ഇവിടെയാണ് ഇവിടെ ഈ മറ്റേ സംഭവം ബാംബു, ലക്കി ബാംബു നമ്മളുടെ വീട്ടിലുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലക്കി ആയിരിക്കും എന്ന് പറയുന്നത് കേൾക്കാം. ഭയങ്കര ലക്കി ആവുന്നു. ലക്കീന്റെ മാത്രല്ല, ഇത് എന്തോ ഓക്സിജന്റെ, നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇവിടെ എപ്പോഴും ആളില്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി ഇരിക്കട്ടെ. ഇത് മാത്രമാണ് ഒരു ലിവിങ് സാധനം ഇതിനകത്തുള്ളത്, വേറെ ഒന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് ചെടികളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഉണ്ടാവില്ല വെള്ളം നനയ്ക്കാനായിട്ട്. അപ്പൊ പിന്നെ ഇതാകുമ്പോ വെള്ളത്തിനകത്താണല്ലോ വെക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. സത്യത്തിൽ ഞാൻ 4-4.5 വർഷമായിട്ട് എറണാകുളത്ത് റെന്റിന് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂര് വീട്ടിൽ നിക്കും, ഇവിടെ നിക്കും. പിന്നെ വർക്കൊക്കെ എറണാകുളത്ത് ഉണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ ഹോട്ടലിൽ അധികം അങ്ങനെ താമസിക്കുന്ന ആളല്ല. പിന്നെ എറണാകുളത്ത് സെറ്റിൽ ആവാന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അത് മാത്രല്ല, പിന്നെ കുറച്ചും കൂടെ നമ്മളിപ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇവിടെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൊച്ചിനെയും ഇവിടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. എനിക്ക് മനസ്സിലായി, കണ്ണു കുറച്ചു നേരമായിട്ട്. പക്ഷെ അവിടെ ഫുള്ളില്ല, കുറെ സാധനം തൃശ്ശൂരാ, കാരണം ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട്. ഇനിയിപ്പോ വല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പള്ളിയിലെ ഇവിടെയും കൂടെ ഒരു സാധനം വെക്കും. അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ വീട്ടിലാ. തൃശ്ശൂർ ബെസ്റ്റ് ആക്ടർ ഇത് മൊത്തം അമ്മലേക്ക്, ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം അമ്മല. ഏഷ്യാനെറ്റിന്റെ അതിന്റെ കുറച്ച് സാധനം ഇവിടെ വെച്ച്, ബാക്കി എല്ലാം ബെസ്റ്റ് ആക്ട്രസാ. പോപ്പുലർ ആക്ട്രസും ഈ 2 കാറ്റഗറിയിലുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ നടുക്കിയിരിക്കുന്നത് മറ്റേ ഇതിന്റെ പ്രണയത്തിന്റെ പോപ്പുലർ ആക്ട്രസ്. എനിക്ക് അറിയില്ല. ഇവിടെയാണ് നമ്മളുടെ വാഷ് ഏരിയ വരുന്നത്. അതെ അതെ, അതൊന്നും അറിയാൻ കാണിക്കണ്ട. അത് കുറച്ച് ഇവിടെ ഇത് പക്ഷെ മുടി നോക്കാൻ ചേച്ചി നല്ലതാ. മിററൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നോക്കായിരുന്നു ടിക്ടോക്ക് ഒക്കെ എടുക്കാൻ നല്ലതാണ്. ടിക്ടോക്കിലെ റീൽസ്. സ്വിച്ച് ഇട്ട പിന്നെ ലൈറ്റ് കത്തും. അല്ല, സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും, പൈപ്പ് തുറന്ന വെള്ളം വരും. ഇതൊക്കെ വെറുതെ വെച്ചാൽ അല്ലല്ല, ഇതിനകത്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് ഞാൻ കഴിയാതെ എങ്ങനെ
എത്ര പൊടിയായെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല. ഇതാണ് നമ്മളുടെ എക്സ്പ്ലോർ ചെയ്യണ്ട ചെറിയൊരു കിച്ചണാണ്. ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എക്കണോമിക്കലി ചെയ്തിട്ടുള്ള സാധനമാണ്. അധികം വലിയൊരു ഇതിന്റെ ലക്ഷറിയസ് അല്ല, മൊത്തം എക്കണോമി. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലം. പിന്നെ നമ്മള് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ചേച്ചി പിന്നെ എന്ത് പ്രശ്നം? ഇടയ്ക്ക് ഇതുപോലെ ശല്യമായിട്ട് ഞങ്ങൾ കയറി ആരെങ്കിലും വന്നാലായി. അതെ, വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാവുള്ളൂ. 1 മണിക്കൂർ ചേച്ചി മാക്സിമം ചേച്ചി അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ഗദ്ദാഫിനെ പോലെ ഒരാളൊക്കെയാണ് കുഴപ്പമില്ല. ചേച്ചി കണ്ട എല്ലാവരും ഇതുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഗദ്ദാഫി ഇസ് ഗുഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഗദ്ദാഫി ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും ഇടരുത്. ആക്ച്വലി ഗദ്ദാഫി ഷർട്ട് ഇച്ചിരി തുറന്നിടുന്നുള്ളൂ, നല്ല മനസ്സാ. അല്ല, എന്നെ കുറച്ചേരം മുമ്പ് അവിടെ ഞാൻ തൃശ്ശാന്ന് പറഞ്ഞപ്പോ എന്നെ ചെറുതായിട്ട് എന്തോ പറഞ്ഞ പോലെ തോന്നി. അത് ഞാൻ ഓർത്തപ്പോ ഇങ്ങനെ തിരിച്ചു. ഞാനൊരു കാര്യം പറയാം, വാർഡ്രോബ് ആണ് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ആ കാര്യം മറക്കാൻ വേണ്ടിട്ടല്ല, വേറെ കാര്യം ഇട്ടതാ. നല്ല ഈ കിച്ചണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് വാർഡ്രോബാ അല്ലേ? ഞാൻ മൊത്തം വൈറ്റ് ആഷ് തീമിലാണ് മൊത്തത്തില്. ഓവനൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ? നമ്മൾ ഒന്നിനും കുറച്ചിട്ടില്ല. അടക്കിൽ ഇച്ചിരി കുറവാണെങ്കിലും ഇവിടെ 2 ഫ്രിഡ്ജ് ഉണ്ട്. ഇല്ല, 2 ഫ്രിഡ്ജ് അല്ല, ഇത് വാഷിംഗ് മെഷീൻ. വാഷിംഗ് ആണോ? ഫ്രിഡ്ജ് പോലെ തോന്നി എനിക്ക്. ദൈവമേ, ഇത് ഇത് വാഷിംഗ് മെഷീനാ. ഓക്കെ, അവിടെ ഫ്രിഡ്ജ് ഉണ്ട്. വാർഡ്രോബ് ഞാൻ തുറക്കട്ടെ ചേച്ചി? വിശാലമായ ഷോറൂം ഉണ്ടാവും. അതിനകത്ത് കുറച്ച് കുഴപ്പമില്ലല്ലോ, സ്മാർട്ട് മാറ്റിയില്ല. എനിക്ക് ഗ്ലാസുകൾ ഭയങ്കര ഇഷ്ടമാണ്. പലതരം ഗ്ലാസുകൾ അതിനകത്ത്. 2 ആൾക്കാർ ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 100-150 ഗ്ലാസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് ഗ്ലാസ്, വൈൻ ഗ്ലാസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം, മരുന്നിയത്. അതിനകത്ത് വെള്ളം കാപ്പിയൊക്കെ ഒഴിച്ചു വെക്കാം. പക്ഷെ 2 പേർക്ക് തികച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭംഗിക്ക് വെച്ചേക്കുന്ന സാധനം. മറ്റേ വിസ്കി ഗ്ലാസ്, ബിയർ ഗ്ലാസ്, വെള്ളത്തിന്റെ ഗ്ലാസ്, കോഫി ഗ്ലാസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഗ്ലാസ്സുകളും അതിനകത്തുണ്ടാവും. ചേച്ചി പറയുമായിരുന്നു, ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഇച്ചിരി പാടുള്ള ആളാ, പക്ഷെ വൃത്തിയാക്കാൻ ആളെ കഴിഞ്ഞുള്ളൂ. അതേപോലെ തന്നെ നല്ല പ്ലേസ്ഡ് ആയിട്ട് എല്ലാം കറക്റ്റ് പ്ലേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് സമാധാനമായിട്ട് നമ്മളെ ഫ്രിഡ്ജ് ചെയ്യുന്നു. എന്തെടുത്തായിരുന്നു? ജ്യൂസ് ആണോ, ഷേക്ക് ആണോ? പച്ചവെള്ളം തരാളാന്ന്. ആണോ? ഒന്നും തന്നില്ലാന്ന് വേണ്ട. ഇവിടുന്ന് അവന് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. നിനക്ക് ഞാൻ ടാങ്ക് വേണമെങ്കിൽ കലക്കാം. വേണ്ട വേണ്ട, കലക്കണ്ട, കലങ്ങിയിരിക്കുക. എല്ലാവർക്കും ചോക്ലേറ്റ് പോകുമ്പോ തരാട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട, ഉമാർക്ക് കൊടുക്കണ്ട, അശോകന് ക്ഷീണമാകാം. അല്ല, ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ വരുമ്പം ചപ്പാത്തിയുടെ ഒരു പാക്കറ്റ്, ബ്രെഡിന്റെ ഒരു പാക്കറ്റും, മുട്ട, ഇതൊക്കെ ഉണ്ടാവും. മിനിമം ചപ്പാത്തിയും ദാലൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ ഈ ഫ്രിഡ്ജൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ പോവാ? ഫ്രിഡ്ജ് ഓൺ ആയിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ മമ്മി ചോദിക്കുന്നത് നിനക്ക് അത് ഓഫ് ചെയ്ത് ഇട്ടൂടെയാണ്. പക്ഷെ അതൊരു മാനസിക രോഗമാണ്. അത് മാത്രം ഓൺ ആക്കിയിട്ടിരിക്കും. മുട്ടയുണ്ടാവും. മുട്ടയുണ്ട്, വെള്ളം ഉണ്ടായിരിക്കും, ചോക്ലേറ്റും ഉണ്ടായിരിക്കും. ഇതൊക്കെ സ്ഥിരമാണ്. നമ്മൾ ഇതിന്റെ മേലെ അടുക്കളയിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്പീക്കറില് മ്യൂസിക് കേട്ടിട്ട് രോഗം ഉണ്ടാവും. മ്യൂസിക് കുക്ക് ചെയ്യാറില്ലെന്ന് എനിക്കറിയാം. കുക്ക് ചെയ്യാ ഇവിടെ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ. ഗദ്ദാഫി ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യണല്ലോ. കൊറേ നേരം കുക്കിംഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, കുക്കിംഗ് മാത്രല്ല, സിനിമ കാണുമ്പോഴായാലും ഇപ്പൊ എപ്പോഴും ടി വി അല്ലല്ലോ. ഇപ്പൊ റൂമിനാണെങ്കിൽ ഈ സ്പീക്കറിൽ കണക്ട് ചെയ്ത് കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ കണ്ടോ, ടീച്ചർ കിച്ചൺ ഒക്കെ നോക്കി എല്ലാം കറക്റ്റ്. ഇത് എപ്പോഴും അങ്ങനെ ആയിരിക്കുള്ളൂ. എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമല്ല. കറക്റ്റ് സ്പേസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഒരു സാധനം മാത്രം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ തുടയ്ക്കുന്ന ഒരു തുണിയുണ്ട്, അത് മാത്രം ഞാൻ ഒളിപ്പിച്ചു വെച്ചു നിങ്ങൾ വരുന്നത് പ്രമാണിച്ച്. ബാക്കി എല്ലാം കറക്റ്റ് പ്ലേസിൽ. മറ്റേ ഇടിക്കുന്ന മറ്റേ അമ്മിയൊക്കെ ഉണ്ട്, കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ അവരുടെ തലക്കേറിയാ. അതിന് മാത്രല്ല, എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞിരിക്കും. അങ്ങനെ എല്ലാം നമുക്കിവിടെ സെറ്റ്. നല്ല കിച്ചൺ ചേച്ചി പറഞ്ഞ ഒരു പൊടി പോലും, പൊടിക്ക് പോലും ഇല്ല അല്ലെ? ഒരു പൊടി പോലും ഇല്ല. അത് എന്റെ ബേസിക് ഒരു എന്താ നോക്കി വൃത്തി കൂടല്ല പണ്ട്. മമ്മി പറയും മാനസിക രോഗമാണെന്ന്. അതിന്റെ ഒരു അങ്ങനെ അസുഖം എന്നല്ല, അങ്ങനെയാണ് എല്ലാവരും പറയാൻ. കാരണം ഇടക്കിടക്ക് കൈ കഴുകണം. കൈ മാത്രം കഴിയത്തുള്ളൂ, കുളിക്കാറില്ല, അത് വേറെ കാര്യം. എടുത്തല്ലോ, സ്വയം എടുത്തല്ലോ. ഞാനിങ്ങനെ ഇവിടെ തുമ്പോളം വന്നു. പിന്നെ ഇതൊരു ആൾക്കാര് കാണുന്ന സ്ഥലമല്ല, ഞാൻ അങ്ങനെ കാണിച്ചിട്ട് ഇനി വേണ്ട എന്ന് വിചാരിച്ചപ്പോ സ്വയം ഏറ്റെടുത്തൊന്നും നന്നായി. ആൾക്കാർ പുറത്ത് ആൾക്കാർ തരുന്നുണ്ട് ആവശ്യത്തിനാണ്. ആട്ടും തുപ്പും കിട്ടി ഗദ്ദാഫിയുടെ ജീവിതം ഇനി ബാക്കി. ഇല്ല, ഇപ്പൊ പൊതുവെ നല്ല അഭിപ്രായം ചേച്ചി. ഞാൻ സുരേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, ആ പുള്ളിക്കാണ്. ആ പുള്ളി ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ അടുത്തേക്ക് പോയാലോ?
സുരേഷേട്ടന്റെ പേര് പറഞ്ഞാൽ എനിക്കിപ്പോ അല്ല ഞാനപ്പോ എനിക്ക് മറ്റേ പേര് ഓർമ്മ വരും. രമ്യല്ലേ? അത് എന്തിന്റെ അസുഖമായിരുന്നു എനിക്കറിയില്ല. ചേച്ചി ബെഡ്റൂമിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് ഒരാളെ മെൻഷൻ ചെയ്യണം. അതായത് ഈ വീട് ഇത്രയും സുന്ദരമായിട്ട് കിടക്കുന്നതിന് പിന്നിലുള്ള കറുത്ത കരങ്ങളെ നമ്മൾ വ്യക്തമാക്കേണ്ട സമയമാണ്. അത് തൃശ്ശൂരുള്ള ഒരു ടീമാണ്. ആക്ച്വലി എന്റെ ഫ്രണ്ട് കുട്ടു എന്ന് പറഞ്ഞിട്ട് നിജോ ഫോട്ടോഗ്രാഫറാണ്, അവന്റെ ഫ്രണ്ടാണ് സെയ്തു എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇത് ഈ ഒരു ലെവലിലാക്കിയത്. അർമാരിയോസ് ഇന്റീരിയേഴ്സ് എന്നാണ് അവരുടെ പേര് മറക്കണ്ട. അർമാരിയോ ഇന്റീരിയേഴ്സ് അവരാണ് ഇതിങ്ങനെ ചെയ്തു തന്നെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ട് എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സിമ്പിൾ ആയാലും അത്യാവശ്യം നമുക്ക് ഭയങ്കര രസമായിട്ട് ചെയ്തു. രണ്ട് ബെഡ്റൂം ഉള്ള ഫ്ലാറ്റ്. 2 ബെഡ്റൂം AC ഒക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് AC ഒക്കെ ഇട്ട് വെച്ചത്. കിടന്ന് സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നീ ഇവിടെ കിടക്കും, ഞാൻ ഈ റൂം പൂട്ടും. നീ എപ്പോ പുറത്തു പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ചെറിയൊരു ഇത് ഇപ്പൊ തൽക്കാലം ഗസ്റ്റ് റൂം എന്നോ, അതായത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മമ്മിയും പപ്പയും വരും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ വലുതാകുമ്പോ വാവയുടെ റൂം ഇതാക്കും. ഇത് നമ്മൾ കർട്ടൻസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ബ്ലൈൻഡ്സ് ആണ്. ബ്ലൈൻഡ്സ് തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും ആവശ്യത്തിന് കിട്ടും. വരില്ല, വെളിച്ചം വരും. കാറ്റ് വരണമെങ്കിൽ നമ്മള് ജനലും കൂടെ തുറക്കണം. ഇത് തുറന്ന് സമാധാനായില്ലേ, ആശ്വാസല്ലേ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നല്ല ഞാൻ ഒന്നും തുറക്കാറില്ല. കാരണം ഇവിടുന്ന് നേരെ പുറത്തോട്ടേക്ക് അപ്പുറത്തെ ഫ്ലാറ്റിലേക്കാ കാണാം. അപ്പം അപ്പല്ലേ തുറക്കണ്ടേ ചേച്ചി? അവളെ ഫ്ലാറ്റ് കാണുമല്ലോ. അവിടെ കൊള്ളാവുന്ന വേണ്ട, അവിടെ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അവിടുത്തെ ഫ്ലാറ്റിലുള്ളവരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര വാങ്ങിക്കാണ്. വേണ്ട, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ ഇപ്പോഴും അടച്ചിട്ടിരിക്കും, ഞാൻ അങ്ങോട്ട് നോക്കില്ല. കുടുംബിനിയായ സ്ത്രീയാ, കുടുംബിനിയാണെങ്കിലും നല്ല സ്ത്രീയാണ്. നല്ല പില്ലോ, നല്ല ബെഡ്ഷീറ്റ് കേട്ടോ. കാണുമ്പോ തന്നെ നമുക്ക് കയറി കിടക്കാൻ തോന്നും, പക്ഷെ കിടക്കുന്നില്ല, സമ്മതിക്കത്തില്ല. ഇത് ഇവിടെ ചെറിയൊരു ടിപ്പോയ് പോലെ ഉണ്ട്. എല്ലായിടത്തും സൈഡ് ടേബിൾ ഇവിടെ. ഇത് മൊത്തത്തില് 2 ബെഡ്റൂമിലും ഇതുപോലത്തെ എല്ലാം തല തിരിച്ചിട്ടുള്ള ഇതാണ്. സീരിയൽ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇവിടെയാണോ വെച്ചേക്കുന്നത്? അതിനകത്തും കുറെ ഉണ്ട്, കുറച്ചുണ്ട്. സീരിയലിൽ കുറെ സാധനങ്ങൾ അതിന് ഞാൻ കൊടുത്തു. ഞാൻ മിക്കവാറും ഒരു സീരിയൽ കഴിയുമ്പോ സാധാരണ എല്ലാവരും എടുത്തു വെക്കില്ലേ, ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. ചേച്ചിയുടെ ഒരു സാധനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ബേസിക്കലി എല്ലാവരും കുറെ കാലം സീരിയലിന്റെ ആൾക്കാർ പ്രത്യേകിച്ചും കുറെ കാലം ഇങ്ങനെ കീപ്പ് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു ക്വാളിറ്റി ഇച്ചിരി കുറവാണ്. കാരണം ഞാൻ